ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെ ആയിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ച ഒമർ അബ്ദുള്ളയ്ക്കെതിരെയാണ് രാജ്നാഥ് സിംഗിന്റെ രൂക്ഷമായ വിമർശനം. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുക അല്ലാതെ പരസ്യമായി പൂമാല ചാർത്തണമോ എന്ന് മറുപടി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ജമ്മുകശ്മീരിൽ ഭീകരവാദത്തിന്റെ മുന ഒടിഞ്ഞുവെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. अभी मैंने सुना कि नेशनल कॉन्फ्रेंस के लीडर उमर अब्दुल्ला साहब ने क्या कहा है? कहा अफजाल गुरु को फांसी नहीं होनी चाहिए थी। मैं पूछना चाहता हूं उमर अब्दुल्ला साहब से कि अफजाल गुरु को यदि फांसी नहीं होनी चाहिए थी, क्या उन्हें सार्वजनिक रूप से माला पहनाया जाना चाहिए? क्या किया जाना चाहिए? इस सवाल का मैं आपसे जवाब चाहता हूं. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വളരെ ശക്തമായൊരു മറുപടി തന്നെയാണ് പ്രതിരോധ മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ജമ്മു കാശ്മീരിൽ റംബാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ ഒമർ അബ്ദുള്ളയ്ക്കും ഭീകരവാദ ശക്തികൾക്കുമെതിരെയുള്ള ശക്തമായ വിമർശനം, കൃത്യമായ മറുപടി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിട്ടുള്ളത്. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്കുള്ള മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും എന്നുള്ളതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ തന്നെയായിരുന്നു ഭീകരവാദത്തെ അനുകൂലിക്കുന്ന പ്രസ്താവന നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതായത് പാർലമെന്റ് ആക്രമണത്തിലെ കുറ്റവാളി അഫ്സൽ ഗുരുവിന് വധശിക്ഷ നൽകേണ്ടിയിരുന്നില്ല, ആ ഒരു വധശിക്ഷ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ ആ വധശിക്ഷ നടപ്പാക്കുന്നതിന് അനുമതി നൽകില്ല എന്നുള്ളതായിരുന്നു ഒമർ അബ്ദുള്ളയുടെ വിവാദപരമായ പ്രസ്താവന. അതിന് മറുപടി നൽകിക്കൊണ്ടാണ് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്കുള്ള മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും എന്നുള്ളത് കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ ഒമർ അബ്ദുള്ള പിന്നീട് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത്തരത്തിലുള്ള ഭീകരവാദികളെ അഫ്സൽ ഗുരുവിനെ പരസ്യമായി പൂമാല ചാർത്തി സ്വീകരിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം കൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. റംബാനിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഭീകരവാദ ശക്തികൾക്കെതിരെ അവരെ അനുകൂലിക്കുന്നവർക്കുമുള്ള കൃത്യമായ മറുപടി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം BJPയുടെ പ്രകടന പത്രികയിലും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJP പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഭീകരവാദ ശക്തികൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായി എന്നുള്ളതും BJP ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം ഇന്ന് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തത് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകി നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീർ താഴ്വരയിലെ ഭീകരവാദത്തിന് മുനയൊടിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. തുടർന്ന് വിനോദസഞ്ചാര മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, വികസനം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. മുൻപ് തോക്കും ബോംബും പിടിച്ചിരുന്ന കൈകൾ ഇന്ന് കമ്പ്യൂട്ടറും മറ്റ് പഠനോപകരണങ്ങളും തൊഴിൽ സംബന്ധമായ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുകയാണ്. അത്തരത്തിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും ഇനി ഒരിക്കലും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാനുള്ള ധൈര്യം ഒരാൾക്കും ജമ്മു കാശ്മീരിൽ ഉണ്ടാകില്ല എന്ന കാര്യം കൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒപ്പം രൂക്ഷമായ വിമർശനമാണ് ഒമർ അബ്ദുള്ളയുടെ ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന പ്രസ്താവനയ്ക്കെതിരെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തവണ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പതിറ്റാണ്ടിന് ശേഷം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തവണ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ടാണ്, സഖ്യം ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത്തരത്തിൽ ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി പ്രസ്താവന നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ അല്ലെങ്കിൽ ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവനയോട് കോൺഗ്രസിന്റെയും രാഹുലിന്റെയും നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്തെ മറന്നുകൊണ്ട് വിഘടനവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ശ്രമിക്കുന്നത് എന്ന വലിയ ആരോപണമാണ് BJP ഈ ഒരു ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ മുൻപോട്ട് വെക്കുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഒമർ അബ്ദുള്ളയ്ക്ക് രൂക്ഷമായ ഭാഷയിൽ മറുപടി, ഭീകരവാദികൾക്കുള്ള മറുപടി തൂക്കുകയർ തന്നെയായിരിക്കുമെന്നും അഫ്സൽ ഗുരുവിനെ പിന്നീട് എന്താണ് പൂമാലയിട്ട് സ്വീകരിക്കണമോ എന്ന ചോദ്യവും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിഷ്ണു, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.